ഹരി ഓം. നമ്മൾ അഷ്ടാവക്രൻ്റെ ഉപദേശം കേട്ട് ജനകൻ അത്ഭുത ചിത്തനായി പറയുന്നതിലെ അവസാനത്തെ 4-ാമത്തെ ശ്ലോകത്തിലാണ് എത്തിയത്. അതിൽ സർവഭൂതങ്ങളും എന്നിൽ, സർവഭൂതങ്ങളിലും ഞാൻ, ഇതാണ് ആത്മജ്ഞാനം. ഇതുണ്ടായിക്കഴിഞ്ഞതിനാൽ, അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ലയമോ ഗ്രഹണമോ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തുണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവാത്ത ഈ ലോകം എവിടെയാണ് ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, ലയിക്കുന്നത്? എൻ്റെ ബോധത്തിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതവിടെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും എൻ്റെ ബോധമാണ് ഈ സത്യം അറിയുന്നത്. അത് അവസാനത്തെ ശ്ലോകത്തിൽ സ്പഷ്ടവുമാണ്. ഈ ഭൂതങ്ങളെല്ലാം ഭവന്തി ഭൂതാനി, അവയെല്ലാം എന്നിലാണ്, അവയിലെല്ലാം ഞാനുമാണ്. ഇതാണ് സത്യമെങ്കിൽ ഇതെല്ലാം എവിടെ ലയിക്കാനാണ്, എവിടെ ഉണ്ടാകാനാണ്, എവിടെ നിലനിൽക്കാനാണ്? ബോധം മാത്രമല്ലേ ഉള്ളൂ. ഈ നിലയിൽ ജനകൻ എത്തിച്ചേർന്നിരിക്കുന്നു. അധ്യായം 7 സ്വാനുഭൂതി പ്രകരണം. അത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ അനുഭവത്തിലേക്കെത്തിയ ജനകൻ ആ അനുഭവം കൊണ്ട് താൻ എന്തിൽ നിന്നെല്ലാം മുക്തനായി. ഈ അനുഭവം കൈവന്നാൽ എങ്ങനെയാവും? ആ അനുഭൂതി എങ്ങനെ ഇരിക്കും? അത് പറഞ്ഞു തരികയാണ്. മുമ്പ് ഞാൻ പറഞ്ഞത്, അഷ്ടാവക്രൻ്റെ വാക്കുകളെ കേട്ട് ആത്മജ്ഞാനം തനിക്ക് കൈവന്നു എന്ന് തോന്നി ജാജ്വല്യമാനനായ ജനകനും അത് കഴിഞ്ഞ് സൗമ്യതയിലേക്കെത്തി അതിൻ്റെ തലത്തിലെ താൻ എന്തിൽ നിന്നെല്ലാം മോചനം നേടിയിരിക്കുന്നു. ഇപ്പോൾ ആത്മജ്ഞാനമില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ? ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ ശാന്തിയും സഹിഷ്ണുതയുമൊക്കെ ഉണ്ടാവും. നമുക്കൊക്കെ സഹിഷ്ണുതയുണ്ട്, കാരണം നമ്മൾ ഹിന്ദുക്കളാണ്. അല്ലേ? 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 നമ്മളെല്ലാം സഹിഷ്ണുക്കളാണ്. നമുക്ക് സഹിഷ്ണുതയുണ്ട്. നമുക്കിപ്പോൾ ഒരു നിർബന്ധമേ ഉള്ളൂ, നമ്മുടെ സഹിഷ്ണുത ബലഹീനതയാണെന്ന് മറ്റുള്ളവർ കരുതരുത്. ആ അസഹിഷ്ണുത ഒഴിച്ചാൽ വേറെ അസഹിഷ്ണുതയൊന്നുമില്ല. മനസ്സിലായില്ല? പിടിയിട്ടില്ല. അതിൻ്റെ പേര് അസഹിഷ്ണുത എന്നല്ല. സഹിഷ്ണുവായിരുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർ എടുക്കാതിരിക്കാൻ കുറച്ച് അസഹിഷ്ണുവാകുന്നു എന്ന് മാത്രം. ഈ ജാതി ഒരു അസഹിഷ്ണുതയെ ഇപ്പം നമുക്കുള്ളൂ. പിന്നെ നമുക്കൊരു നിർബന്ധമുണ്ട്. പണ്ട് അപ്പൂപ്പന് സഹിഷ്ണുതയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മളെ ഒന്ന് പ്രത്യേകം ബഹുമാനിക്കുകയും വേണം. അങ്ങനെയല്ലിത്. ഇത് വ്യക്തിയാണ്, വൈയക്തികമായൊരനുഭൂതിയാണ്. സനാതനധർമ്മം സാമൂഹികമായൊരനുഭൂതിയല്ല. അതൊരു മതമല്ല. അതുകൊണ്ട് നിങ്ങൾ ആരായിരുന്നാലും ഈ അനുഭൂതിക്ക് ഇത് പഠിക്കാം.
അഷ്ടാവക്രഗീതയെ അനുഭൂതിയിലേക്ക് എത്തിയാൽ അത് ജനകനും അഷ്ടാവക്രനും തമ്മിലുള്ളൊരു കൈമാറ്റമാണ്. അതിൽ ജനകനോ അഷ്ടാവക്രനോ മതമോ ജാതിയോ ഒന്നുമില്ല, വ്യക്തിയാണ്. ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തികളാവണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിലൊരു അഭിമാനം ഉണ്ടാവും, ഞാനും നിങ്ങളൂടെ ചേർന്ന്. മനസ്സിലായില്ല? അതിൻ്റെ പേരിലൊരു അഭിമാനം ഉണ്ടാവും. പിന്നെ അത് കളയാൻ ഇരട്ടിപ്പണിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അഭിമാനങ്ങളൊന്നും വേണ്ട. അഭിമാനമില്ലാതാകാനാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത്. നോക്കാം. അധ്യായം 7, ശിഷ്യൻ്റെ സ്വാനുഭൂതി. സമയം എന്തായി? 2:10. നമ്മളിന്നലെ 2 2:30 പറഞ്ഞത്? കുഴപ്പമില്ലല്ലേ? അപ്പം നിങ്ങളെന്നെ ചെറുതായിട്ട് പറ്റിച്ചു. സാരമില്ല. ഞാൻ നിങ്ങളൊക്കെ കയറിയിരിക്കുകയും സമയം എന്നിവർ പറയുകയും ചെയ്തപ്പം ഒന്നും കയറിയിരുന്നു. പിന്നെയാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഉറങ്ങേണ്ടവരൊന്ന് ഉച്ചയ്ക്കൊന്ന് ശാലം ഉറങ്ങിയിട്ട് മതിയെന്ന്. അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. അവർക്ക് അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കുകയാണ്. ഇച്ചിരി ഒന്ന് മയങ്ങിയിട്ട് വന്നിരിക്കാമെന്ന് വിചാരിച്ചാണ്. അതായത് ഇടയ്ക്ക് ചില ഗ്യാപ്പ് കണ്ടേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇടയ്ക്ക് ചില ബെഞ്ചുകൾ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഉച്ച സമയത്തൊന്ന് നടുവെന്ന് വെറുത്തിട്ട് സ്വാമി തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചു അവർ. അപ്പോൾ ഇവർ ചെറുതായിട്ട് പറ്റിച്ചു. സാരമില്ല, പോവാം, തുടരാം. 3 ദിവസമല്ലേ ഉള്ളൂ. മയ്യനന്തമഹംബോധൗ വിശ്വബോധയിതസ്തതഃ ഭ്രമതി സ്വന്തവാദേന നമാമസ്ത്യ സഹിഷ്ണുതാം മയ്യനന്തമഹംബോധൗ വിശ്വബോധയിതസ്തതഃ ഭ്രമതി സ്വന്തവാദേന നമാമസ്ത്യ സഹിഷ്ണുതാം. അനന്തമഹാംബോധൗ മയി വിശ്വബോധഃ സ്വാന്തവാദേന ഇതസ്തതഃ ഭ്രമതി മമ അസഹിഷ്ണുത ന അസ്തി. അനന്തമഹാംബോധൗ, അനന്തസമുദ്രമായ എന്നിൽ. ഉപമ വളരെ ഗംഭീരമാണ്. കരകാണക്കടലായ എന്നിൽ. ഞാൻ ആത്മബോധത്തിലേക്ക് ഉയർന്നപ്പോൾ അതിർത്തികളൊക്കെ അറ്റു. ജീവ ഈശ്വര ഐക്യം വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ജീവനും ഈശ്വരനും ഉപനിഷത്ത് നിർവചനമുണ്ട്. അതിൻ്റെ വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു പരിഭാഷയുണ്ട്. God is a circle with center anywhere, circumference nowhere. God is a circle with center anywhere, circumference nowhere. An ego jiva is also a circle with center at his ego and circumference anywhere. അപ്പോൾ ജീവനെ എവിടം വരെ വേണമെങ്കിൽ വികസിക്കാം. ടു എനിവെയർ. സെൻറ്റർ ഈഗോയിലാണ്. ഈശ്വരനെ എടുക്കുമ്പോൾ സെൻറ്റർ എവിടെയുമാണ്. സർക്കംഫറൻസ് ഇല്ല. അപ്പോൾ
ജീവൻ അതിലേക്കുയർന്നാൽ അതിർത്തികളില്ല, കര കാണില്ല. അതിർത്തികളില്ലാത്ത അനന്ത മഹാ അംബുധി, അംബുധി സമുദ്രം, അംഭസ് നിറഞ്ഞ മഹാ അംബുധിയിൽ, മഹാസമുദ്രത്തിൽ, എന്നിൽ ഞാൻ എത്രത്തോളം വികസിച്ചിരിക്കുന്നു? ഒരു മഹാസമുദ്രത്തോളം വികസിച്ചിരിക്കുന്നു. വിശ്വപോതഃ, പ്രപഞ്ചമാകുന്ന വഞ്ചി, വഞ്ചി നൗക. ഇതിൻ്റെ ഒരു വിപരീത പതിപ്പ് ഭക്തൻ്റെ വിലാപമായി സ്വാമിജി എഴുതിയിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമിജി. സംസാരമാകും മഹാബ്ധിയിൽ എൻ നൗക മുങ്ങുകയാണമ്മേ മുങ്ങുകയായി. അത് ജീവൻ പരിമിതനായി ചിന്തിക്കുമ്പോൾ വരുന്നതാണ്. ജീവൻ അപരിമിതനായി ആ ദുഃഖത്തിൽ നിന്ന് അപരിമിതനായി ഞാൻ തന്നെയാണ് സത്യം എന്നറിയുമ്പോൾ, ആ ഒരു ബോധമുണ്ടായി കഴിയുമ്പോൾ, ഞാൻ തന്നെ സമുദ്രമായും ഈ പ്രപഞ്ചമാകെ ഒരു നൗകയായി, വഞ്ചിയായി, ആ വഞ്ചി സമുദ്രമായ എന്നിൽ അതിൻ്റെ സ്വഭാവമായ കാറ്റുകൊണ്ട് കറങ്ങുന്നതായി, ഇവിടെ അവിടെയൊക്കെ കറങ്ങുന്നതായി. ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങുകയാണ്. ഈ പ്രപഞ്ചം കറങ്ങുന്നത് എൻ്റെ ബോധത്തിലാണ്. പ്രപഞ്ചം വികസിക്കുന്നത് എൻ്റെ ബോധത്തിലാണ്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ കാണുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സ്വതസിദ്ധമായ കാറ്റുകൊണ്ട് കറങ്ങുന്നു. എങ്ങനെയാണ് കറങ്ങുന്നത്? എങ്ങനെ നോക്കുന്നോ അങ്ങനെ. ഇന്നോളം ഉണ്ടായ ശാസ്ത്രം ഒരാളുടെ ദൃഷ്ടികോണത്തിലൂടെ നോക്കി ആ ദൃഷ്ടികോണം കുറേ പേരെ പഠിപ്പിച്ച് ആ ദൃഷ്ടികോണത്തിനനുസരിച്ച് പരീക്ഷകൾ എഴുതി ആ ദൃഷ്ടികോണത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത് വരുമ്പോൾ അടുത്തയാൾ ചോദ്യം ചെയ്താൽ എല്ലാം മാറി. ധർമ്മവും അധർമ്മവും അത്രയേ ഉള്ളൂ. ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം, ഇതൊക്കെ ഒരു കാലത്ത് ആദരണീയമായിരുന്നു നിങ്ങളുടെ നാട്ടിൽ തന്നെ. ഇപ്പോഴും ചിലരെങ്കിലും ആത്മാഭിമാനത്തോടെ പറയും, ഞാൻ എൻ്റെ അമ്മയുടെ നായരുടെ മകനല്ലെന്ന്. മനസ്സിലായില്ല. ലജ്ജയോടെയല്ല പറയുന്നത്, പറഞ്ഞ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു അഭിമാനമായി കരുതിയിരുന്നു. അപ്പം ഇന്ന് അഭിമാനമല്ലാത്തത് ഇന്നലെ അഭിമാനമാണ് സമൂഹത്തിനാകെ. ഇന്ന് അശാസ്ത്രീയമായത് ഇന്നലെ ശാസ്ത്രമാണ്. ഇന്നലെ ശാസ്ത്രമായത് ഇന്ന് അശാസ്ത്രമാണ്. ശാസ്ത്രം ഇത്രയേ നിലനിൽപ്പുള്ളെങ്കിൽ കുറേ അധ്യാപകർ നല്ലപോലെ ശമ്പളം വാങ്ങിച്ച് കുറേ നിർവചനങ്ങൾ പഠിപ്പിച്ച് വിദ്യാർത്ഥി 4 ക്ലാസ് മുകളിലെത്തുമ്പോൾ ആ നിർവചനത്തെ തെറ്റാണെന്ന് പറഞ്ഞ് വേറെ നിർവചനം പഠിപ്പിക്കുന്നു. ശരിയല്ല. 8ാം ക്ലാസ്സിൽ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ് എന്ന് പഠിപ്പിക്കും. ഉയർന്ന തലത്തിലെത്തുമ്പോൾ സെറ്റ് ഈസ് അൺഡിഫൈൻഡ് എന്ന് പഠിപ്പിക്കും. ശരിയല്ല, ശരിയല്ല. പഠിച്ചിട്ടില്ല.
പഠിച്ചിട്ടില്ല? ഇങ്ങനെ പ്രപഞ്ചവിധാനീയതയിൽ ഗണിതയുക്തികൾക്ക് പോലും മാറ്റമുണ്ട്. എങ്ങനെ നോക്കുന്നു അങ്ങനെ കാണുന്നു ഈ പ്രപഞ്ചം. പഴയകാലത്തൊരമ്മ കുഞ്ഞിനെ പഠിക്കും മിടുക്കനാണെന്ന് അവൻ്റെ കൂടെ ഇരുന്ന് തപസ്സുള്ള അമ്മയുടെ വാക്കുകൊണ്ട് മിടുക്കനാക്കി ആരോഗ്യവാനാക്കി വളർത്തിക്കൊണ്ടുപോകുന്നു. അമ്മയുടെ അമ്മയും അമ്മുമ്മയുമൊക്കെ ഏകമായ കോശം സൈഗോട്ടിനെ, അത് ഫീറ്റസായി വികസിച്ചു വരാൻ പാകത്തിനുള്ള വാക്കുകൾ തന്നെ പറയുന്നു. അത് പൂർണ്ണാരോഗ്യമുള്ള ശിശുവായി ജനിക്കുന്നു. അപ്പം പരമ്പരയുടെ സങ്കല്പത്തിലൂടെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ രൂപപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ വിപരീതങ്ങളായ സങ്കല്പങ്ങളെ കൊണ്ട് വിപരീതമാക്കി കഷ്ടപ്പെടുന്നു. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. ആദ്യത്തെ ചിന്ത ഇന്ന് നെഗറ്റീവായിട്ടാണ് വരിക. പണ്ട് കാലത്തൊരു അമ്മ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോവാണെ മക്കളെ പോയി മിടുക്കനായി വാന്ന് പറഞ്ഞു. ഒറ്റ വാക്കേ ഉള്ളൂ, പോടാ ചെല്ലടാ അവിടുന്ന്, പോയ കാര്യം നേടിക്കൊണ്ടു വാ. ഇന്നാണെങ്കിൽ ആദ്യം പോകാനെന്ന് പറയും, അല്ലേ പോകണ്ടെന്ന് പറയും. പിന്നെ പറയും എടാ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, നീ പോകണ്ട. അവൻ തിരിച്ചു കയറി വരുമ്പോൾ പറയും എടാ ഒന്ന് പോയി നോക്ക്. അവസാനം കുളമായി വരുമ്പോൾ പറയും ഞാൻ അന്നേരെ പറഞ്ഞാ പോകണ്ട. ജയിച്ചു വന്നാൽ പറയും ഞാൻ അന്നേരെ പറഞ്ഞതാ നീ പോവാൻ. ഇതിൻ്റെ പാകത്തിനാണ് ഇന്ന് സങ്കല്പം. അതുകൊണ്ട് ഒന്നും നടക്കുകയില്ല. അതായിട്ട് കൂടിയ തലങ്ങളിലെ ശാസ്ത്രത്തിൽ അപാണുവരേണുക്കളെ വെച്ചാണ് ഇന്ന് കളിക്കുന്നത്. അത് കൂടുതൽ സൂക്ഷ്മവുമാണ്. സ്ഥൂല വസ്തുവിനേക്കാൾ സൂക്ഷ്മമാണ് സൂക്ഷ്മവസ്തു. സൂക്ഷ്മങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സ് വളരെ പങ്കെടുക്കും. വർത്തമാനം പറയാറായിട്ടില്ലാത്ത കുഞ്ഞിനെ വർത്തമാനം പറയുന്ന തരത്തിലേക്ക് വളർന്ന കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സാത്വിക മനസ്സുകൾ കൈകാര്യം ചെയ്യണം. പഴയ കാലത്ത് അപ്പോൾ പണ്ട് കാലത്ത് പറയും കുഞ്ഞിനെ അവളുടെ കൈ കൊടുക്കണ്ട, അവൾ വരുന്നുണ്ട് കുഞ്ഞിനെ കാണണ്ട കേട്ടോ. കേട്ടിട്ടില്ല. കാരണം മനസ്സ് സാത്വികമല്ല. നോക്കിയാൽ കുഞ്ഞിന് എന്തെങ്കിലും തകരാറ് വരും. കാരണം കുഞ്ഞ് വർത്തമാനം പറയാറായിട്ടില്ല, അതുകൊണ്ട് പുറത്തു പോയി വർത്തമാനം പറഞ്ഞു വിട്. അപ്പം സൂക്ഷ്മമായ തലങ്ങളിൽ നിഷ്ഠയുണ്ട്. പണ്ട് കാലത്തൊരു മരുന്ന് പറിക്കാൻ പോയാൽ വർത്തമാനം പറയരുത്, ശുദ്ധവൃത്തികൾ ഉണ്ടായിരിക്കണം, നിർബന്ധമുണ്ട്. പണ്ട് കാലത്തൊരു മാങ്ങ ഉപ്പിലിട്ടാൽ ശുദ്ധവൃത്തികളുള്ളവരിടണം, പ്രിസർവേറ്റീവ് ഇല്ല. മനസ്സിലായില്ല? ഇങ്ങനൊന്നും അല്ലേ നിങ്ങളുടെ വീട്ടിൽ? മാങ്ങയിലും നാരങ്ങയിലും നെല്ലിക്കയിലും ഒന്നും പുഴു വരില്ല, നെല്ലിക്കയിൽ എന്തായാലും വരികയില്ല. ഇന്ന് ഇതെല്ലാം ഇട്ട് പ്രിസർവേറ്റീവും നിങ്ങൾ അടിച്ചു കയറ്റിയാലും പുഴുകും. മനസ്സിലായില്ല? പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തതാ ചിലപ്പോൾ കാണാം ഇത്രയും നീളത്തിലുണ്ടാവും പട്ടാളം. പലപ്പോഴും പിള്ളേർ കൂട്ടുമ്പോഴാണ് അറിയുക. ചില അമ്മമാരുറച്ച തൈര് അതിനകത്തുണ്ടാവും തലകറുത്ത പട്ടാളം. കല്യാണത്തിനൊക്കെ ഈ പട്ടാളം ഇല്ലാതിരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ടിരുമ്പം
ഒരു നല്ല കച്ചത്തോറത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കും. മനസ്സിലായില്ല. എന്നിട്ട് കാളൻ ഉഗ്രനായി എന്ന് പറയും. എ നോൺ വെജിറ്റേറിയൻ മിക്സ്ഡ് കാളൻ. പാചകക്കാരും പാചകക്കാരും ഇല്ലേ കേൾക്കുന്നത്? ആരുമില്ലെന്ന് തോന്നുന്നു. വെളിയിലുണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി. പിന്നെ അമ്മമാരാണ് ഇതിനൊരു പരിപാടിയുണ്ട്. ഇപ്പം മാങ്ങയൊക്കെ ഇട്ട് പുഴുവായാൽ മാങ്ങയ്ക്ക് അകത്ത് കയറിയിട്ടില്ല എന്നൊരു തീരുമാനം എടുക്കും. പുറത്തൊക്കെ ഉള്ളൂ. അതിന് മാങ്ങ എടുത്തൊന്ന് കഴുകിയിട്ട് കഴിക്കുക. ഒടുവിൽ ആ വെള്ളം എങ്ങനെയാണ് കളയുക? ഉപ്പും മാങ്ങയുടെ വെള്ളമല്ലേ. അവനെ ഒന്ന് അരിക്കുക. എന്നിട്ടൊരല്പം തേങ്ങയും മുളക് കൂടെ അരച്ച് കലക്കി ഒന്ന് കടുക് ഉറക്കുക. ശരിയല്ല. പക്ഷേ വിളമ്പിത്തരുമ്പോൾ അമ്മ കൂട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ശരിയല്ല. പുഴു എടുക്കുകയില്ല, അതെനിക്ക് മനസ്സിലായി. അരിച്ചിട്ടേ എടുക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ അത്രയ്ക്കൊന്നും. ആദ്യം തലകുലുക്കിയ പാർട്ടികളെല്ലാം ഇപ്പം അങ്ങ് നിറം മാറിയത് ആ വെല്ലുമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലേക്ക് യോജിച്ചതല്ലേ. എന്തിനാ ഇത്? ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൃത്യമായിട്ട് എടുത്തതും എടുക്കാത്തതും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ തേങ്ങ മുളക് കൂടെ അരച്ച് കലക്കി ഒരു കടുകുറക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് നല്ല നാരങ്ങാക്കറിയാണെങ്കിൽ അവൻ ശ്രദ്ധിച്ചില്ലേ, മാങ്ങായ്ക്ക് മുമ്പേ പുഴു വരും. അപ്പോൾ പിള്ളേർ ചിലപ്പം പറയും, അത് പുഴുവല്ലടാ, നാരങ്ങയുടെ അല്ലി. ഇതങ്ങും പൊടിച്ചിട്ടൊന്നുമില്ല. നല്ല കടുകപ്പുളി നാരങ്ങ. തൊടുപുഴക്കാരങ്ങനെയല്ല പറയാ, വടുകപ്പുളി നാരങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ അത് പേര് പറഞ്ഞാൽ കൊള്ളുകയല്ലോ എന്ന് വെച്ചാൽ ഞാൻ കടുകപ്പുളി നാരങ്ങ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാരങ്ങ കൊണ്ടുവന്നിട്ട് അരിഞ്ഞ് ശരിയാക്കി കറി വെച്ചാൽ അവൻ്റെ ഇടയിൽ കാണും. അപ്പോൾ ആദ്യം കാണുമ്പോഴേ ചില പിള്ളേർ വളരെ മിടുക്കന്മാരുണ്ട്. അവൻ നോക്കിയിട്ട് പറയും, അവനേക്കാൾ നന്നായിട്ട് അമ്മയ്ക്ക് കണ്ണ് കാണാം. അമ്മ നോക്കിയിട്ട് പറയും, ഇതോ തരൂല്ല. ആ സമയത്ത് അമ്മ ഒരു കാര്യം ചെയ്യും, അതങ്ങ് എടുത്തിട്ട് അവരെല്ലാം കൂടെ നിൽക്കുമ്പം നാവയിലേക്ക് അങ്ങ് ഒഴിക്കും. ഇത് പുഴുവൊന്നുമില്ല. അതോടുകൂടി പയ്യൻ്റെ കണ്ണ് ശരിയല്ല എന്നായി. പക്ഷേ അകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ അന്ന് വിളമ്പുകയില്ല. പിറ്റേ ദിവസം രാവിലെ അതുവരെ വെള്ളനാരങ്ങയായത് ചുവന്ന നിറത്തിൽ മേശപ്പുറത്ത് വരും. എത്ര പേർക്ക് നിങ്ങൾക്ക് പറയാം നെഞ്ചത്ത് കൈവച്ച് അങ്ങനെയല്ലെന്ന്? ഇതിൻ്റെ ഒരു വളരെ കൂടിയതാണ് ഹോട്ടലിൽ. മനസ്സിലായില്ല? അവിടെ ഇത് കുറേ കൂടെ ലാർജ് സ്കെയിലിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ലോകം എങ്ങനെ കാണുന്നു അങ്ങനെയാണ്. അത് തൈര് പുളിപ്പിച്ചിട്ട് അതിലെ പുഴുവിനെ എടുക്കണം. അതിനെ പുഴുവിനെയാണ് എടുക്കുന്നത്. അതെ, പുഴുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് വിഷമിക്കാനില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ ഈയൽ ഒക്കെ അവർ നല്ല ഉണങ്ങിയിട്ട് നിങ്ങൾ ഈ ഉപ്പേരി വറുത്ത് കൊണ്ടുപോകുന്ന പോലെ മടിക്കുത്തിലിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അത് വിഷമിക്കാനൊന്നുമില്ല. ഈ ഈയലെന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഈയാമ്പാൻ. അവനെ നല്ല സുന്ദരമായിട്ട് അടിച്ചുകൂട്ടി വാരിയെടുക്കുകയായിരുന്നു. എന്നിട്ട് ടെറസിലിട്ട് ഉണങ്ങി തട്ടുന്നത്. അത് പേടിക്കാനില്ല. നിങ്ങളുടെ ഈ ചൊറിയൻ പുഴുവില്ലേ, അവനെ ചൊറിയുന്ന പുഴു, അവനെയൊക്കെ തിളപ്പിച്ച് സുന്ദരമാക്കി അവൻ്റെ സൂപ്പെടുത്ത് ആ മുകളിലുള്ള സാധനമൊക്കെ അരിച്ചും കളഞ്ഞിട്ട് അവനെ കട്ടിയാക്കി വെച്ചിട്ട് അടിക്കുന്ന പാർട്ടികളുണ്ട്. ഒന്നും പേടിക്കാനില്ല. ലോകം എങ്ങനെ നോക്കുന്നു അങ്ങനെയാണ്. ഇത്രയൊന്നും വിഷമിക്കാനില്ല. കാരണം
കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ചിലരെയൊക്കെ ടൗണിൽ കാണാം, പെട്ടിക്കടയുടെ പോട്ടി അടിക്കാൻ. പണ്ട് കുഴിച്ച് മൂടിയിരുന്ന സാധനമാണ്. പോട്ടി അടിക്കാമെങ്കിൽ അമേദ്യവും കഴിക്കാവുന്നതാണ്. അമേദ്യം ഡിക്ഷണറിയിൽ പോയി അർത്ഥം നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ മോശമാണ്. പന്നിയുടെ കുടൽ അകത്ത് കഴിക്കാമെങ്കിൽ സംശയിക്കാനൊന്നുമില്ല, കാരണം ഈ സാധനം പൊരിച്ചടിക്കാവുന്നതാണ്. കാരണം അതിനകത്തതാണ്, അതിൻ്റെ ചുളിവുകളിൽ അത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ അറപ്പൊന്നും നോക്കണ്ട. അതെ, ഇതൊന്നും വേണ്ട. ജലാറ്റിൻ, അതും വേണ്ട. അജിനോമോട്ടോ, നിങ്ങളിലെ വെജിറ്റേറിയൻസൊക്കെ അജിനോമോട്ടോ ചേർത്ത് കഴിച്ചേച്ച് ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയും, പഴകിയ മാംസമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വിഷമിക്കാനില്ല. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് എങ്ങനെ നോക്കുന്നു അങ്ങനെ കാണുന്നു എല്ലാം. അപ്പോൾ പഴയ ആളുകൾ ആദ്യം അവരുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു, ആ മാങ്ങ ഇടുമ്പോൾ മനസ്സ് ശുദ്ധമായാൽ അതിലിതൊന്നും വരില്ല. അവരതുകൊണ്ട് രാത്രിയിലാണ് ഇത് തുറന്നെടുത്തിരുന്നതൊക്കെ. അന്നത്തെ കാലത്ത് തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാൽ 15 കൊല്ലം പഴക്കമുള്ള കടുകുമാങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ, കടുമാങ്ങ 15 കൊല്ലത്തെയാണ്, ഉലുവാ മാങ്ങ 10 കൊല്ലം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ അവൻ്റെ തറവാടിത്തമൊക്കെ ഗംഭീരമാണ്. ഇവിടെ ഇതാണെങ്കിൽ നാഗാലാൻഡിലേക്ക് എന്നാൽ 15 കൊല്ലം പുകയത്ത് കെട്ടിത്തൂക്കിയ എലിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉഗ്രനാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ കാണുന്നു അങ്ങനെയാണ് ഈ പ്രപഞ്ചം, ഭക്ഷണത്തിലും ജീവിതത്തിലുമെല്ലാം. ശാസ്ത്രത്തിൻ്റെ ലോകത്ത് എന്നാലും അങ്ങനെയാണ്. നിങ്ങളുടെ ബോധമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അതിഥികളെ സ്വീകരിച്ചിരുന്നതും ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നതും മുറുക്കാൻ കൊടുത്താണ്. ശരിയല്ല? വീട്ടിലതിന് വലിയ ചെല്ലവും ഉണ്ടായിരുന്നു. ചിലരാണ് 2ഉം 3ഉം വെറ്റിൽ ഒറ്റ മുറുക്കിന് വിടും. കണ്ടിട്ടില്ല? നിങ്ങൾ ഇതിലെ പ്രായമുള്ളവർ, ഒരു 45 കഴിഞ്ഞവർ എത്ര പേർ അന്ന് ഈ മുറുക്കി ചോപ്പിച്ച് നടന്ന വല്യമ്മമാരിലും കാർന്നോന്മാരിലും ക്യാൻസർ കണ്ടിട്ടുണ്ട്? 1960-കൾക്ക് മുമ്പ്. ചോദ്യം മനസ്സിലായില്ല? ചോദ്യം മനസ്സിലായില്ല? ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഇത് നിങ്ങളുടെ ഉത്തരമാണ്, എൻ്റെ ഉത്തരമല്ല. ഇരിക്കട്ടെ. 1960 കഴിഞ്ഞപ്പം ചെല്ലമൊക്കെ ഷോക്കേസിലായി. മുറുക്കാനില്ല. മുറുക്കാതെ നടക്കുന്ന എത്ര പേർക്കാണ് ഇപ്പം ക്യാൻസർ ഉള്ളത്? ചോദ്യം മനസ്സിലായില്ല? ഭിഷഗ്വരന്മാരും ശാസ്ത്രമൊക്കെ മുറുക്കാൻ്റെ തലയിൽ ദയിപ്പിച്ചു കൊടുത്ത് മുറുക്കാനൊക്കെ നിർത്തിയപ്പോൾ ഇത് കുറയേണ്ടതിന് പകരം കൂടുകയാണ്. നമ്പർ 1, പാൻപരാഗ് കഴിക്കാത്ത നാട്ടുംപുറത്തെ കാർന്നോന്മാർക്കും കാർന്നോത്തിമാർക്കുമൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ക്യാൻസറാണ് വരുന്നത്. 60-70 വയസ്സുള്ളവനൊന്നും പാൻപരാഗ് നിന്നിട്ടാണ് വരുന്നതെന്ന് പറയാൻ മേല. അതൊക്കെ ചെറുപ്പക്കാർ, പിള്ളേർ. അതിപ്പോൾ പാൻപരാഗൊന്നുമല്ല, കല്യാണത്തിൻ്റെ തലേന്ന് കൊക്കൈൻ വരെ വിളമ്പുന്നുണ്ട് സമ്പന്ന സവർണ ഫാമിലികളിൽ. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായി. അതൊക്കെ വിൽക്കുന്നത് മന്ത്രിതലങ്ങളിലായിട്ടുമുണ്ട്. അതൊക്കെ അരമനയിലെ രഹസ്യം, അങ്ങാടി പരസ്യമായ കാലമാണ്. അതൊന്നും ഒരു മഹാപരാധമാണ് എന്ന് തോന്നുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പം കൊക്കൈൻ കൊണ്ട് നിങ്ങൾ ചീത്തയായി എന്നതിനേക്കാൾ നിങ്ങൾ കൊണ്ട് കൊക്കൈൻ ദുഷിച്ചു എന്നെഴുതുന്നൊരു കാലം വരും. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? മനുഷ്യൻ എന്നെ ഉപയോഗിച്ചതുകൊണ്ട് ഇനി എന്നെ ഒന്നിനും കൊള്ളുകയില്ലാതായി എന്ന് കൊക്കൈൻ പരാതി കൊടുക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. പരുവത്തിലായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അതിൻ്റെ
അവാന്തര ഭാഗം നമുക്ക് വേണ്ടത് എങ്ങനെയോ അങ്ങനെ. അതാ ഉദാഹരണം വേണ്ടത്. 1970-കളിൽ നിങ്ങളിൽ പലരും പോയി കൊട്ടകയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ശരിയല്ല. 1970-കളിൽ മദനോത്സവവും മറ്റും കണ്ട് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ശരിയല്ല. 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 ഓർത്ത് നോക്കിയേ. ആ തമിഴ് നടൻ്റെ കൂടെ എന്തായുടെ പേര്? കമലഹാസൻ്റെ കൂടെ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അയാളുടെ കൂടെ കവി കുമാരനാശാൻ പറഞ്ഞതുപോലെ ആ വണ്ട് കല്ലിലും ഒക്കെ തലതല്ലിക്കരയുന്നു എന്ന് വീണപൂവിൽ പറഞ്ഞ പോലെ തൻ്റെ പ്രേമഭാജനത്തിന് ക്യാൻസർ വന്ന് അയാൾ കരഞ്ഞ് നിലവിളിച്ച് നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ തലമുറ. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ ബോധതലത്തിൽ ആ രോഗം നിങ്ങളുടേതായിത്തീർന്നിട്ടല്ലേ കണ്ണുനീർ വന്നേ? ചോദ്യം മനസ്സിലായില്ല. നല്ലപോലെ മനസ്സിലായി. അതിൽ അഭിനയിച്ചയാൾ അഭിനയ സമയത്ത് സത്യനോ കമലഹാസനോ നർഗീസോ രാഗിണിയോ ഒന്നുമല്ല. ആ കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ച് അഭിനയിക്കുമ്പോൾ അയാളുടെ കോശകോശാന്തരങ്ങളിലെല്ലാം ആ രോഗത്തിൻ്റെ സ്മൃതി കയറിക്കൂടി അതിൻ്റെ എൻസൈമുകളും ഹോർമോണുകളും ബോധതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ട് അവിടെ ഇരുന്ന് കരയുന്ന നിങ്ങളുടെ ആന്തരിക ഭാവങ്ങളിൽ അത്രയും അതിൻ്റെ ഹോർമോണുകളും എൻസൈമുകളും കാർസിനോജനിക് എംബ്രിയോജനുകളും ഉണ്ടാകുമ്പോൾ. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? വായിക്കുകയാണെങ്കിലും അങ്ങനെയാണ്. അങ്ങനെ അതുമായി താതാത്മ്യം പ്രാപിച്ച് അത് ഞാനാണെന്നെൻ്റെ ബോധത്തിലുണ്ടാക്കി അതിനെ സ്വീകരിച്ച് അത് എൻ്റെ കോശകോശാന്തരങ്ങളിൽ സ്മൃതിയുണ്ടാക്കുമ്പോൾ എങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നത്? അപ്പോൾ ശക്തി കൂടും. അങ്ങനെയല്ലേ? കാരണം അതുമായിട്ടങ്ങ് ചേർന്നില്ലേ? കഴിയുമ്പോൾ സത്യനും രാഗിണിയും നർഗീസുമൊക്കെ ക്യാൻസർ വന്ന് മരിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ സിനിമ കണ്ടവരിൽ മുഴുവൻ ക്യാൻസർ ഏറ്റുവാങ്ങിയപ്പോൾ മനസ്സിലായില്ല. ഒരാരോഗ്യമാസിക വായിച്ച് ഒരാരോഗ്യ പ്രശ്നത്തെ വായിച്ച് കഴിയുമ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ 2 ദിവസമോ കഴിയുമ്പോൾ വലത്തുവശത്തൊരു വേദന വന്നാൽ താൻ വായിച്ചതുമായി താതാത്മ്യപ്പെടുന്നൊരു നാളിൽ തൊട്ടുനോക്കി മുഴയുണ്ടോ, വേദനയുണ്ടോ, ഒന്ന് സ്കാൻ എടുക്കണോ, ഒന്ന് ചെക്ക് ചെയ്യണോ എന്ന് ചിന്തിക്കുമ്പോൾ നേരെ ചെന്ന് ഡോക്ടറെ കണ്ട് ഇതിങ്ങനെ പെട്ടെന്നൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഇത് സാരമൊന്നുമില്ല, നിങ്ങളുടെ തോന്നലാണ്, വേദനയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിടുകയാണ്. 2 ഗുളികയും കുറിച്ച് കൊടുത്തു വേദന പോകാൻ. അയക്ക് യാതൊരു വിവരവുമില്ല, ഇത് കഴിച്ചാൽ ശരിയാവില്ല, പോയി ചെക്ക് ചെയ്യണം. പോയി സ്കാൻ എടുത്ത് എക്സ്റേ എടുത്ത് അപ്പോൾ ആദ്യം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഏതായാലും ഒന്ന് എക്സ്റേ എടുക്കുക നല്ലത്, ഒരു ഒപ്പീനിയൻ നോക്കി. എക്സ്റേയിലൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുകയില്ല. വേദനയുണ്ടെങ്കിൽ അത് US അബ്ഡോമൻ എടുത്തത് ശരിയായില്ല, അവൻ CT എടുത്ത് കളയാം.
ഒന്നുകൂടെ നന്നായിട്ട് നോക്കുക നല്ലത്. അപ്പോഴേക്ക് മനസ്സ് സജഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക രോഗം വരാൻ. ആ സജഷനിൽ CT എടുത്തിട്ട് CTയിലും കാണുന്നില്ല. ശരിയല്ലല്ലോ, കാണേണ്ടതാണ്. അപ്പം രോഗിക്ക് കാണേണ്ടതാണ്, ഡോക്ടർക്കും കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നില്ല പേപ്പറിൽ. വീണ്ടും അടുത്തപടി ഒരു MRI എടുത്ത് MRIയിലും കണ്ടില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു നല്ല ഓങ്കോളജിസ്റ്റിന് റെഫർ ചെയ്യാം. ജീവിതത്തിൽ ക്യാൻസർ രോഗികളെ മാത്രം ചികിത്സിച്ച് കണ്ടു പരിചയിച്ച സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കലേക്ക് അവൻ നിത്യനിരന്തരമായി ഉപാസിച്ച് കാണുന്നത് മുഴുവൻ ക്യാൻസറാണെന്ന് സങ്കല്പിച്ച് ക്യാൻസറാക്കാൻ തയ്യാറായിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ മറ്റേ കൊച്ചിനെ നോക്കുന്നു എന്ന് പറഞ്ഞ പോലാണ് ഒരൊറ്റ നോട്ടം. ഇനി ഒരു സ്കാൻ എടുക്കുക. ഇപ്പോൾ 12 പ്രാവശ്യമായി. 13ാമത്തെ പ്രാവശ്യം എടുത്തുകൊണ്ട് വരുമ്പോൾ ക്ലിയർ. എന്താ ഡോക്ടറെ ഈ 12 പ്രാവശ്യവും കാണാത്ത? അതേ, അമിഷൻ ശരിയല്ലായിരുന്നു. ക്ലീൻ. അപാണവ രേണുക്കളിൽ ഡോക്ടറുടെ സജഷനുകളും നിങ്ങളുടെ സജഷനുകളും കടന്നു ചെന്ന് ഈ ലോകം എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ കാണുന്നു എന്ന ഭാരതീയമായ പൗരാണിക സത്യത്തിൻ്റെ മുമ്പിൽ അടിപതറി നിൽക്കുന്ന ഈ കാലത്ത് നിങ്ങൾ ഏറ്റുവാങ്ങിയ രോഗങ്ങളൊന്നും വൈദ്യശാസ്ത്രം വികസിക്കാത്ത നാടുകളിൽ ഈ നാട്ടിലെ ധീരരായ അമ്മമാർക്കുണ്ടായില്ല എന്നോർക്കുമ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണം പോരാ, സ്റ്റാൻഡേർഡില്ല. രോഗിയെ കൊണ്ടുപോകുന്നവർ കൂടെയുള്ളവരെല്ലാം രോഗത്തിൻ്റെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. രോഗി പ്രതീക്ഷിക്കുന്നത് രോഗത്തിൻ്റെ വളർച്ചയാണ്. 50 വയസ്സായാൽ മക്കൾ പ്രതീക്ഷിക്കുന്നത് അച്ഛനിന് നടക്കാൻ മേലാതാവുമെന്നാണ്. അച്ഛനിങ്ങനെ നടക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴത്തെ നിലയിലൊക്കെ മതി, മുകളിലോട്ട് കയറരുതെന്ന്. അപ്പോഴാണ് അഷ്ടാവക്രഗീത പഠിക്കാൻ വന്നപ്പോഴും അച്ഛൻ 1ാം നിലയിലാണ് റൂം കിട്ടിയിരിക്കുന്നത്. അച്ഛൻ പയറുപോലെ കയറുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, അച്ഛാ പതുക്കെ നിൽക്ക്, ചൂടുവെള്ളത്തിൽ കുളിക്കച്ചാ, അച്ഛൻ പച്ചവെള്ളം തുടരുത് അച്ഛാ. ശരിയല്ല. ശരിയാണെന്നാ പറഞ്ഞു. മകള് കൂടെ ഉണ്ടാവും. ആരെങ്കിലും അല്ല, മകള് കൂടെ ഉണ്ടാവും. ഞാൻ അറിഞ്ഞിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ. പറഞ്ഞ് ഒത്തു വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ഇളക്കം കണ്ടു. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ടാക്കിയതാണ്, അല്ലാതെ ഞാൻ പ്രതീക്ഷിച്ചാക്കിയതൊന്നുമല്ല. 1ാം നിലയിലാണോ എവിടെയെങ്കിലും താമസിക്കുന്നത്? അല്ല, താഴെയാ? താഴെ തന്നെയാ. ആ അപ്പോൾ നമ്മുടെ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആ 50 വയസ്സിന് മുമ്പ് നമ്മൾ സങ്കല്പിക്കുകയാണ് മുട്ട് സ്റ്റിഫാവും. നമ്മൾ കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ അത്രയും സാരമില്ല, ഒന്നടക്കാം, ഒന്നിരിക്കുക. ഒരു രോഗത്തിൻ്റെ ചെറിയ ലക്ഷണം കണ്ടാൽ ജ്യോതിഷിയും ഭിഷഗ്വരനും എല്ലാം, ശാസ്ത്രശാഖ ഏതായാലും, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഏതായാലും, അവിടെ എവിടെ ചെന്നാലും ഇതിനിന്നതാണ് അടുത്തത് വരാൻ പോകുന്നത് സജഷനാണ്. ഇപ്പോൾ കാലിൻ്റെ വിരലിനെ തരിപ്പുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഈ തരിപ്പ് മുകളിലോട്ട് കയറും, കാല് തന്നെ തരിപ്പാകും, കാല് അനങ്ങാതാവും, കിടപ്പാകും, അത് കഴിഞ്ഞാൽ വർത്തമാനം പറയാതാകും. ഇങ്ങനെ ഈ രംഗം പ്രവർത്തിക്കുന്നവർ തന്നെ പറഞ്ഞ്
പണ്ടുകാലത്ത് വാർദ്ധക്യത്തിലുള്ളവന് ഉണ്ടാകാത്ത രോഗങ്ങൾ അത്രയും ആധുനികൻ ഉണ്ടാക്കി വിഷാദത്തിൻ്റെ ലോകങ്ങളിലേക്ക് കുടുംബത്തെയും കൂട്ടായ്മയെയും തള്ളിവിടുമ്പോഴെങ്കിലും ഈ ലോകം എങ്ങനെ നോക്കുന്നു അങ്ങനെയാണ് സൃഷ്ടി എന്നറിഞ്ഞാൽ ഒരു നിമിഷാർദ്ധം കൊണ്ട്, ഒരു ചിന്ത കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് 1000 തരത്തിലുള്ള പരിണാമം കോശാന്തരങ്ങളിൽ നടക്കാൻ പര്യാപ്തമായ തൻ്റെ തന്നെ ബോധത്തിൻ്റെ സൃഷ്ടിയായ തൻ്റെ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങളും തൻ്റെ തന്നെ സൃഷ്ടിയായ ജഗത്തും ഓടുന്ന തനിക്ക് ഒരു ചെറിയ ചിന്ത കൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികളെ കേവലതയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഒന്നറിഞ്ഞാൽ, ഇവിടെയാണ് മാനവചേതന പഠിക്കേണ്ടത്. അതുകൊണ്ട് സൃഷ്ടി എൻ്റെതാണ്, ഞാനാണിത് സൃഷ്ടിക്കുന്നത്, ഞാനാണത് അജയ്യനാം മനുഷ്യൻ, ഞാനഹർ നിശമെൻ്റെ സന്ദേശം ജയിക്കുന്നു. അവർ തൻ്റെ ഇടം വേണം. അപ്പം എങ്ങനെ നോക്കുന്നു അങ്ങനെയാണ് സൃഷ്ടി. പഴയ അമ്മമാർ പറയുന്നുണ്ട്, അസത്തെ നാക്കു വിളയ്ക്കാട, അങ്ങനെ പറയാതെ നേരെ പറ. ശരിയല്ല. അവർക്ക് ശാസ്ത്ര സത്യം അറിയാം. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എല്ലാം അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് യൂക്ലിഡ് ഒരു ത്രികോണം വരച്ച് ആന്തരകോണുകളുടെ തുകയിളന്നപ്പോൾ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. കുറേ കാലം പിള്ളേർ പഠിച്ചു. ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഒരുത്തനത് ചോദ്യം ചെയ്തു, റീമാൻ. അവൻ പറഞ്ഞു, ഇത് പ്ലെയിനിലാണ് സങ്കല്പിച്ചിരിക്കുന്നത്, കോൺവെക്സിലല്ല. അവൻ ചീനച്ചട്ടി കമത്തി വെച്ച് അതിൻ്റെ പൊക്കത്തി വരച്ചിട്ട് കാണിച്ചു കൊടുത്തു, 180 കൂടുതലാണ്. അവിടുന്നാണ് റീമാനിയൻ ജോമെട്രിയും ഹൈപ്പർബോളിക് ഫങ്ഷൻസും ഒക്കെ ഉണ്ടായത്. പിന്നെ ഇത് രണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ഈ പുറത്തും നേരെ മാത്രമേ വരയ്ക്കാവൂ, അകത്തങ്ങ് വരച്ചാൽ എന്താണെന്ന് ലൊബോച്ചവിസ്കി ചോദിച്ചപ്പോൾ വീണ്ടും 180 ഡിഗ്രിയിൽ കുറവായി. എങ്ങനെ നോക്കുന്നു അങ്ങനെ. മനസ്സിലായില്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ അങ്ങനെയാണ്. 7 കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വച്ച് 7ൻ്റെയും നടുക്ക് തുളച്ച് അപ്പുറത്ത് മെഴുകുതിരിയും കത്തിച്ചു വെച്ച് പ്രകാശം ഋജുരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ്, പ്രകാശം കോർപ്പസിൽസ് ആണെന്ന് പറഞ്ഞ് ന്യൂട്ടണും കൂട്ടനും പഠിപ്പിച്ച് വർഷങ്ങളോളം പിള്ളേരെ പഠിപ്പിച്ചപ്പം ഒരുത്തൻ ഈ പരീക്ഷണം ഒന്ന് തിരിച്ചപ്പോൾ പ്രകാശം തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നുമായി. വേവ് തിയറിയും പ്രകാശത്തിൻ്റെ വെലോസിറ്റിയും ക്രിസ്റ്റൻ ഹൈഗൻ്റെ കയ്യിൽ മറ്റൊന്നായി തീർന്നപ്പോൾ ഹൈഗൻ അടിച്ച് താഴെയിട്ടത് ന്യൂട്ടനെ മാത്രമല്ല, നോബൽ സമ്മാനം നേടിയ രാമൻ്റെ രാമൻ എഫക്റ്റ് ഉൾപ്പെടെയാണ്. മോളിക്യുലർ സ്കാറ്ററിങ് ഇല്ലെങ്കിൽ എഫക്റ്റ് ഇല്ല. മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ രാമൻ എഫക്റ്റിന് നോബൽ സമ്മാനം കിട്ടിയിട്ട് നമ്മുടെ പിള്ളേരിനി അത് തെറ്റാണെന്ന് പഠിക്കുന്നത് മോശമായതുകൊണ്ട് അതും പഠിക്കുക, ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറിയും പഠിക്കുക. അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് വേവ് തിയറിയും പഠിക്കുക. മനസ്സിലായില്ല. ശരിയല്ല. ഒടുവിൽ മനസമാധാനത്തിന് പറയുക, പ്രകാശത്തിനൊരു 2 ഘട്ട പ്രകൃതമാണുള്ളത്. So what is science? It is the most unscientific thing in this world. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. നിങ്ങളിങ്ങനെ ചിന്തിക്കാറില്ല. ചിന്തിച്ചാൽ ഇത് വളരെ രസമാണ്. എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ.
ശാസ്ത്രമതിൻ്റെ ഔന്നത്യത്തിലെത്തി. നീൽസ് ബോറും വർണർ ഹൈസൻബർഗും കാപ്രയും എല്ലാം ചേർന്ന് ഒരു ലോണിൽ, ഒരു പുൽത്തകിടിയിൽ ഒരു ചേംബറൊക്കെ ഫിറ്റ് ചെയ്ത് അതിലൊരു ബൊമ്പാർഡ്മെൻ്റ് ഉണ്ടാക്കി അതിലുണ്ടാകുന്ന പരിണാമത്തെ, അപാണവ രേണുവിലുണ്ടാകുന്ന പരിണാമത്തെ സബാറ്റമിക് തലത്തിൽ 4 ദിശകളിലിരുന്ന് 4 പേർ ഒബ്സർവ് ചെയ്ത് വിവരങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരുത്തൻ്റെ അടുക്കൽ എത്തിക്കാൻ പറഞ്ഞ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നാമൻ കണ്ടത് എ ബീം ഓഫ് ലൈറ്റാണ്, വേറൊരുത്തൻ കണ്ടത് വേവ്സാണ്, മറ്റൊരുത്തൻ കണ്ടത് ഒന്നുമില്ലെന്നാണ്, വേറൊരുത്തൻ കണ്ടത് സിക്സാഗ് മോഷൻസ് മാത്രമാണ്. വിവരങ്ങൾ അവിടെ എത്തിച്ച് ഒന്നാമൻ കണ്ട ബീം ഓഫ് ലൈറ്റ് രണ്ടാമൻ്റെ അടുക്കലെത്തിച്ച് അവൻ ബീം കാണുന്നു, നീ എന്ത് കാണുന്നു? അട്ടർ ഇഡിയോസി, ഒരു ബീമും ഇവിടെ ഇല്ല, വേവ്സ് ആർ മൂവിങ്. 4 പേരും പറഞ്ഞു കഴിഞ്ഞ് എത്തിച്ചേരേണ്ടി വന്ന നിഗമനം, നിങ്ങൾ കാണുന്നത് നിങ്ങളെ കൂടിയാണ്. മനസ്സിലായില്ല? അപ്പോൾ എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാഴ്ച? എന്താണ് ഈ പ്രപഞ്ചം? യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ആ അനന്ത സമുദ്രമായ എന്നിൽ പ്രപഞ്ചമാകുന്ന വഞ്ചി അതിൻ്റെ സ്വഭാവമാകുന്ന കാറ്റിനാൽ ഇവിടെയും അവിടെയും കറങ്ങുന്നു. ഈ പ്രപഞ്ചം ഒരു വഞ്ചിയാണ്. ആ സമുദ്രത്തിൽ അടിക്കുന്ന കാറ്റുകൊണ്ട് ഇത് അവിടെയും ഇവിടെയും കറങ്ങുന്നു. ഇത്രയും ഞാൻ അറിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ ഞാൻ നിലകൊള്ളുന്നുവെന്നും എന്നിൽ നിന്ന് അന്യമാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളെന്നും ഞാൻ അറിഞ്ഞാൽ അസഹിഷ്ണുതയുണ്ടാവും. ഇത്രയും അറിഞ്ഞപ്പോൾ എനിക്ക് അസഹിഷ്ണുതയില്ല, അസഹ്യത ഒട്ടും തന്നെയില്ല. ഈ പ്രപഞ്ചമാകെ എൻ്റെ ബോധത്തിലാണെങ്കിൽ എന്തിനോട് ഞാൻ അസഹ്യത കാണിക്കണം? യുദ്ധങ്ങളില്ലാത്ത, ഏറ്റുമുട്ടലുകളില്ലാത്ത, അതിക്രമങ്ങളില്ലാത്ത, പ്രകൃതിയെ നശിപ്പിക്കാത്ത ലോകങ്ങളിലേക്ക് ഇന്നലെ എൻ്റെയും നിങ്ങളുടെയും പൂർവികർ എങ്ങനെ എത്തിയെന്ന് നോക്കിയാൽ ഈ അറിവ് കൊണ്ടാണ്.